നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 31. അനുഭവമാദിയിലൊന്നിരിക്കിലല്ലാതെ അനുമിതിയില്ലിതു മുന്നമക്ഷിയാലേ അനുഭവിയായതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമിതിയാൽ അറിവിലറിഞ്ഞിടേണം. ഈ ശരീരം ഉള്ളതായി നമുക്കറിയാം. നാം അത് കാണുന്നുണ്ട്. അത് നൽകുന്ന സുഖദുഃഖങ്ങൾ അറിയുന്നുണ്ട്. കണ്ടിട്ടുള്ള ആകൃതികളും നിറങ്ങളും അനുഭവിച്ചിട്ടുള്ള പ്രകൃതികളും വെച്ചുകൊണ്ട് പലതും അനുമാനിക്കുവാൻ നമുക്ക് വിരുദുണ്ട്. അതുകൊണ്ട് കറുത്തവൻ, തടിച്ചവൻ, മെലിഞ്ഞവൻ എന്നിങ്ങനെയുള്ള വിവരണങ്ങൾ കേട്ടാൽ കണ്ടിട്ടില്ലാത്തവരെയും നാം ഭാവന ചെയ്യുന്നുണ്ട്. ഏതിനോടും താതാത്മ്യപ്പെടുവാൻ അഹംബുദ്ധിക്കു കഴിയും. ആ ബുദ്ധി വെച്ചുകൊണ്ടാണ് നാം സ്നേഹിക്കുകയും വെറുക്കുകയും ദുഃഖിക്കുകയും ക്ഷോഭിക്കുകയും കരുണ കാണിക്കുകയും എല്ലാം ചെയ്യുന്നത്. സ്ഥൂല വിഷയമായാലും സൂക്ഷ്മ വിഷയമായാലും അവയുടെ ഗുണധർമ്മത്തെ ആദ്യമായി ആശയമായി മനസ്സിൽ ആവിഷ്കരിക്കണം. അറിയുന്നു എന്ന് പറയുമ്പോൾ പ്രകൃതത്തിലുള്ള വിഷയത്തെ മനസ്സിൽ ആശയമായി ആവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നേ അർത്ഥമാക്കേണ്ടതുള്ളൂ. വെറും മാനസികമായ ആശയം മാത്രമല്ല. കൈകൊണ്ട് തൊട്ടു നോക്കാം, കണ്ണുകൊണ്ട് നേരിട്ടു കാണാം, വായിലിട്ടു രുചിച്ചു നോക്കാം എന്നെല്ലാം ഭൗതികതയുടെ സ്വതന്ത്രമായ സ്ഥൂല സ്വഭാവം ആളുകൾ എടുത്തു പറയാറുണ്ട്. അതിനിവിടെ നിഷേധിക്കുന്നില്ല. എന്നാൽ തൊട്ടു നോക്കുമ്പോഴും കാണുമ്പോഴും രുചിക്കുമ്പോഴും അറിയുന്നത് മനസ്സിൽ മാത്രമാണ്. അത് ആശയപരമാണ്. നാം അറിയുന്നത് ധർമ്മത്തെ മാത്രമാണ്, ധർമ്മിയെയല്ല. ഐന്ദ്രികവും മാനസവുമായ ജ്ഞാനം സോപാധികമാകയാൽ നാം ഓരോ ഉപാധിയുടെയും ധർമ്മങ്ങളെ താതാത്മ്യ ബുദ്ധി കൊണ്ട് അറിഞ്ഞിട്ട് അവയ്ക്കിടം നൽകുന്ന വസ്തുക്കളോ വസ്തുതകളോ ഉണ്ടെന്ന് സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവിനെ നാം കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ പരാമർശിച്ചു കണ്ടത് ജഡവസ്തുവിൽ നിന്നും അഹംബുദ്ധിയിൽ നിന്നും അന്യമായിരിക്കുന്ന അതീവ ശുദ്ധമായ സ്വയം പ്രകാശ സ്വഭാവമുള്ള അറിവായിട്ടാണ്. അതിനെ അറിയുന്നതിന് പ്രത്യക്ഷം, അനുമാനം എന്നീ പ്രമാണങ്ങൾ സാധുവായിരിക്കുന്നില്ല. അതുകൊണ്ട് ആത്മജ്ഞാനം ഒരിക്കലും ലഭിക്കുന്നതല്ല എന്നു പറയുവാൻ നിവൃത്തിയില്ല. ആത്മജ്ഞാനം കൊണ്ട് മുക്തന്മാരായി ഭവിച്ച പുണ്യാത്മാക്കൾ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തെ അനുഗ്രഹിച്ചു പോരുന്നുണ്ട്. ആത്മജ്ഞാനം ലഭിച്ചിട്ടുള്ളവർ തന്നെയാണ് ആത്മാവ് സച്ചിദാനന്ദമാണെന്ന് നിസ്സംശയം പറയുന്നത്. സ്വസ്വരൂപം ആനന്ദമാണെന്നും ആനന്ദം തന്നെയാണ് ആത്മാവെന്നും ആത്മാവ് തന്നെയാണ് ബ്രഹ്മമെന്നും ഗുരു സംശയരഹിതമായി തൻ്റെ ശിഷ്യന് ഉപദേശിക്കുമ്പോൾ ആദ്യം ആ വാക്കുകളുടെ വ്യുൽപ്പത്തി ഉണ്ടാക്കുന്ന പ്രതീതി മാത്രമാണ് ശിഷ്യന്റെ മനസ്സിൽ വരുന്നത്. അതിനെ ശബ്ദാകാരവൃത്തി എന്ന് പറയുന്നു. ആത്മശബ്ദത്തിൻ്റെ പൊരുൾ വൃത്തിവിയുക്തമായ അവസ്ഥിതിയെ കുറിക്കുന്നതായതുകൊണ്ട് ശിഷ്യൻ ശ്രദ്ധാവാനായി മനനം ചെയ്യുന്നു. ധർമ്മം, ധർമ്മി എന്നുള്ള ഭേദം എപ്പോൾ അവസാനിക്കുന്നുവോ
അപ്പോൾ മനനം ധ്യാനമായി തീരുന്നു. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ധ്യാനത്തെ സർവസങ്കല്പ വിവർജിതം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിഷയസുഖം അനുഭവിക്കുമ്പോഴും സദാത്മകമായ ഉണ്മയും ചിദാത്മകമായ അറിവും സുഖസ്വരൂപമുള്ള ആനന്ദവും നാം അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് വിഷയപ്രാപ്തിയിൽ സച്ചിദാനന്ദ ലബ്ധി ഉണ്ടാകുന്നു എന്ന് ശങ്കിച്ചേക്കുവാൻ ഇടയുണ്ട്. ഇത് ശരിയല്ല. വിഷയങ്ങളിൽ പ്രതിഫലിക്കുക മാത്രം ചെയ്യുന്ന ആത്മലക്ഷണം സ്വാഭാവികവും നൈമിഷികവുമാണ്. ആത്മാവ് നിരുപാധികവും നിത്യവുമാകുന്നു. തത്വമസ്യാദി മഹാവാക്യങ്ങൾ ഗുരുമുഖത്തിൽ നിന്നും ശ്രദ്ധാവാനായി കേട്ട് മനനം കൊണ്ട് കൈവരിക്കേണ്ടുന്നതാണ് ആത്മജ്ഞാനം.